മുണ്ടക്കൈ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തബാധിതർക്ക് പുഴുവരിച്ച ഭക്ഷ്യവസ്തുക്കൾ വിതരണം ചെയ്ത സംഭവത്തിൽ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ട് മുഖ്യമന്ത്രി. പ്രാഥമിക അന്വേഷണം നടത്തി ഉടൻ റിപ്പോർട്ട് സമർപ്പിക്കാനാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം. 24 ബിഗ് ഇമ്പാക്ട്. ഷഫീദ് റാവുത്തർ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. ഷഫീദ്, നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ രീതിയിൽ അത് ചർച്ചയാകുന്നു. പരസ്പരം പഴിചാരിയുള്ള പ്രതികരണങ്ങൾ പല കോണുകളിൽ നിന്ന് നമ്മൾ കണ്ടു. പ്രത്യക്ഷ പ്രതിഷേധമായി അത് വളരുന്നത് ഇന്നത്തെ വാർത്താ ദിനത്തിൽ നമ്മൾ കണ്ടു. ഒടുവിൽ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നുള്ള ഇടപെടൽ ഉണ്ടായിരിക്കുന്നു. അതീവ ഗൗരവത്തോടു കൂടി തന്നെ സർക്കാർ ഇതിനെ കാണുന്നു. തുടർ നടപടികൾ എങ്ങനെയാണ് ആലോചിക്കുന്നത് ഷഫീദ്? റിജിത്ത, മുണ്ടക്കൈ അതേപോലെ തന്നെ ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തത്തിൽപ്പെട്ടവർക്ക് പഴകിയ അതല്ലെങ്കിൽ പുഴുവരിച്ച അരി, റവ അടക്കമുള്ള കാര്യങ്ങൾ വിതരണം ചെയ്തതായിരുന്നു ഇക്കാര്യത്തിൽ പ്രതിഷേധത്തിന് കാരണമായ സംഭവം. നമ്മൾ ഇന്നലെ ആ വാർത്ത പുറത്തു കൊണ്ടുവരികയും മാത്രവുമല്ല അക്കാര്യത്തിൽ ഭക്ഷ്യമന്ത്രി അടക്കമുള്ള ആളുകളുടെ പ്രതികരണം തേടുകയും ചെയ്തു. അപ്പോൾ തന്നെ കർശനമായ നടപടിയിലേക്ക് സംസ്ഥാന സർക്കാർ കടക്കും എന്നുള്ളത് അവർ പറയുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ തന്നെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണത്തിന് ഇപ്പോൾ ഉത്തരവിട്ടിട്ടുണ്ട്. അതിൽ രണ്ട് കാര്യങ്ങൾ പ്രധാനമായും മുഖ്യമന്ത്രി പറയുന്നുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം, പഴകിയ വസ്തുക്കൾ വിതരണം ചെയ്തു എന്ന് കണ്ടെത്തണം. രണ്ട്, ഏതെങ്കിലും തരത്തിൽ അനുവദിച്ച വസ്തുക്കൾ വക മാറ്റിയോ അല്ലെങ്കിൽ മാറ്റിയിട്ടുണ്ടോ എന്നുള്ള കാര്യവും പരിശോധിക്കണമെന്നാണ് മുഖ്യമന്ത്രി നൽകിയിരിക്കുന്ന നിർദ്ദേശം. പ്രാഥമിക അന്വേഷണം പൂർത്തിയാക്കി എത്രയും വേഗം റിപ്പോർട്ട് സമർപ്പിക്കണം എന്നുള്ള കാര്യം മുഖ്യമന്ത്രി നിർദ്ദേശമായി വിജിലൻസിന് നൽകിയിട്ടുണ്ട്. നാളെ വിജിലൻസിന്റെ അന്വേഷണം ഇക്കാര്യത്തിൽ ആരംഭിക്കുമെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ വിഷയത്തിൽ പരസ്പരം പഴിചാരിയുള്ള സമീപനമായിരുന്നു ഇരു കൂട്ടരും നടത്തിയത്. പ്രത്യേകിച്ച് പഞ്ചായത്ത് ഇക്കാര്യത്തിൽ പറഞ്ഞ കാര്യം, റവന്യൂ വകുപ്പും സന്നദ്ധ സംഘടനകളും നൽകിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ അത് വിതരണം ചെയ്യുക മാത്രമാണ് തങ്ങൾ ചെയ്തത് എന്നുള്ളതാണ്. എന്നാൽ റവന്യൂ വകുപ്പ് അക്കാര്യത്തെ അടക്കം പാടെ തള്ളി രംഗത്തെത്തിയിരുന്നു. ഇക്കാര്യത്തിൽ ഒരു മോണിറ്ററിംഗ് നടക്കേണ്ടത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ മേൽനോട്ടത്തിലാണ് എന്നുള്ളതാണ് റവന്യൂ വകുപ്പിന്റെ നിലപാട്. ഏതായാലും വിഷയത്തിൽ മുഖ്യമന്ത്രി വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചൊരു സാഹചര്യത്തിൽ ഈ വിഷയം ഗൗരവമായി തന്നെ സർക്കാർ കാണുന്നു എന്നുള്ളത് വ്യക്തമാണ്. റീജിത്ത. ശരി, ഷഫീദ് റാവുത്തർ വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന്.